Hello friends, welcome back to Technique Malayalam. In നമ്മൾ unboxing ചെയ്യാൻ പോകുന്നത് one of the eagerly awaited smartphones ആണ് iQOOന്റെ Neo 9 Pro. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് iQOO Neo 9 Pro. അപ്പോൾ ഈ ഡിവൈസ് നമുക്കറിയാം iQOO Neo 7 Proന്റെ സക്സസർ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം iQOO Neo 7 Pro ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് ആണ് സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. കാരണം 30,000 to 40,000 രൂപയുടെ സെഗ്മെന്റിൽ ഏറ്റവും മികച്ച ഒരു ഓൾറൗണ്ട് പാക്കേജ് ആയിരുന്നു iQOO Neo 7 Pro. അപ്പോൾ അതിന്റെ സക്സസർ ആണ് iQOO Neo 9 Pro. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് നിങ്ങൾക്ക് കാണാം iQOO Neo 9 Pro. അപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് ഈ ഡിവൈസ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഇംപ്രഷൻ എന്തൊക്കെയാണ്, എത്രത്തോളം നല്ലതാണ്, എനിക്ക് തോന്നിയ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ iQOO Neo 9 Proന്റെ അൺബോക്സിംഗിലേക്ക് എടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്, നിങ്ങൾക്ക് കാണാം iQOO Neo 9 Pro എന്ന് എഴുതിയത് കാണാം. അപ്പോൾ ഇത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്, ഫിയറി റെഡ് പിന്നെ ഒരു ബ്ലാക്ക് കളറും ഉണ്ട്. 12GB റാമും 256GB സ്റ്റോറേജും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ്. വേറെയും വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് കളേഴ്സിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ. ഫിയറി റെഡ് എന്ന് പറഞ്ഞ കളറാണ്. സാർ വാല്യൂ എഴുതിയത് കാണാം 1 ആണ്. ഹെഡ്സ് ആർ 0.988, ബോഡീസ് ആർ 0.972 ആണ് വരുന്നത്. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം. iQOO Neo 9 Pro എന്ന് എഴുതിയതാണ് സൈഡിൽ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ മുകളിൽ ഡിവൈസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഫിയറി റെഡ് എന്ന് പറഞ്ഞ കളറാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു കേസാണ് കിട്ടുന്നത്. കണ്ടില്ലേ, നമ്മൾ TPU കേസ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ വരുന്നത് ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു USB Type-C ചാർജിങ് കേബിളാണ്. Type-C to Type-C ചാർജിങ് കേബിളാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു 120 വാട്ട് അഡാപ്റ്ററാണ്. വിവോ ഫ്ലാഷ് ചാർജ് 120 വാട്ട് എന്ന് എഴുതിയതാണ്. അപ്പോൾ 120 വാട്ട് അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊപ്പം തന്നെ നമുക്കൊരു സിം ഇജക്ടർ പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സ് പാക്കേജിങ് വരും. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് iQOO Neo 9 Pro. അപ്പോൾ ഡിവൈസ് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇംപ്രഷൻ കണ്ടില്ല. ഡ്യുവൽ കളറിങ്ങും അതേപോലെ ഫിയറി റെഡിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വളരെ അധികമാണ്. കാരണം ഇതൊരു വെഗൻ ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഡ്യുവൽ കളറാണ്, വൈറ്റ് ആൻഡ് റെഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് കളറാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഈ ഫ്രെയിമിനും അതേ ഒരു റെഡ് കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്രെയിമിനും അതേ ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് കാണാം. അതേപോലെ തന്നെ ഇവിടെ സെൽഫി ക്യാമറയും ഫ്ലാഷ് യൂണിറ്റും കാണാം. നിയോ എന്ന് എഴുതിയത് കാണാം. അതിനൊപ്പം തന്നെ iQOOന്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ ഒരു സ്റ്റിച്ചിങ് കണ്ടോ, നല്ല ഒരു സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇമ്പാക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഇൻഹാൻഡ് ഫീൽ നല്ലതാണ്. കണ്ടില്ലേ, ലെതർ ഫിനിഷിന് ആ ഒരു പാറ്റേൺ ഒക്കെ കാണാം. ഇൻഫാക്ട് ഇത് പ്യുവർ ലെതർ അല്ല ഒബ്വിയസ്ലി, പക്ഷേ നല്ല ഫിനിഷ് നന്നായിട്ടുണ്ട്. എഡ്ജസ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല, മുകൾ ഭാഗത്തും ഇല്ല. അതിന് ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. പിന്നെ സിം ട്രേ, USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ iQOOന്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ ഇതിൻ്റെ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറൗണ്ട് 8.34 mm ആണ് ഈ റെഡ് കളറിന് വരുന്നത്. ബ്ലാക്ക് കളറാണ് ഈ 7.9 mm ഉള്ളൂ. പിന്നെ 190 grams ആണ് ഈ റെഡ് കളറിന് വരുന്നത്. ഫിയറി റെഡും അതേപോലെ ബ്ലാക്ക് കളർ, കോൺകർ ബ്ലാക്ക് എന്നാണ് ഇതിൻ്റെ വേറൊരു പേര്. പിന്നെ വെഗൻ ലെതറാണ്. AG ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ്. ബ്ലാക്ക് വരുന്നത് ഇതിനകത്ത് ലെതർ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബെസൽസ് ആണെങ്കിൽ വളരെ മിനിമലാണ് കണ്ടോ, വളരെ മിനിമൽ ബെസൽസേ വരുന്നുള്ളൂ. ഈവൻ ബോട്ടം ബെസൽസ് കണ്ടോ വളരെ മിനിമലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിവൈസ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിലും അതേപോലെ ഇതിൻ്റെ തിക്നെസ് ആണെങ്കിലും തന്നെ വളരെ മിനിമൽ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പ്രീമിയം സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ലുക്സ് വരുമ്പോൾ ചിലപ്പോൾ തിക്നെസ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ വളരെ സ്ലിം ചാസിയാണ്. അറൗണ്ട് 8 mm തിക്നെസ്സേ വരുന്നുള്ളൂ. 190 grams ആയതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, ഒരു കംപ്ലയിൻസും പറയാനില്ല. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 144 Hz റിഫ്രഷ് റേറ്റ് മെയിൻലി ഫോർ ഗെയിമിംഗ് ആണ്.
അല്ലാത്ത ആപ്സൊക്കെ 120 ഹെർട്സിലേക്ക് സ്വിച്ച് ചെയ്യും. എന്നാൽ പോലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഡിസ്പ്ലേ HDR10+ ഡിസ്പ്ലേയാണ്, അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേനെ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മൾ OTT പ്ലാറ്റ്ഫോംസായ ആമസോൺ പ്രൈമോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണുകയാണെങ്കിൽ തന്നെ HDR10 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അറൗണ്ട് 3000 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിന് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ AMOLED ആണ്, നമുക്കറിയാലോ AMOLED പാനലാണ്. പിന്നെ ഷോർട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസ് ആണ് ഇതിനകത്ത് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡിസ്പ്ലേ ക്വാളിറ്റീൻ്റെ കാര്യം പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഡിസ്പ്ലേ സെറ്റിങ്സ്. സ്ക്രീൻ റെസൊല്യൂഷൻ കണ്ടില്ലേ, 1.5K ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈ ആണ്, 144 ഹെർട്സ്. പിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്മാർട്ട് സ്വിച്ച് ഉണ്ട്, അതായത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച്. അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി, കണ്ടില്ലേ, വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഡെഫിനറ്റ്ലി നല്ലതാണ്, നല്ലൊരു വ്യൂയിങ് ആംഗിൾസ് ആണ്. അതേപോലെ 1.07 ബില്യൺ കളേഴ്സ് ആണ്, 93.43 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മിനിമൽ ബെസൽസ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ എന്താ പറയുക, മൂവീസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. HDR10+ കൂടെ വരുമ്പോൾ നല്ലൊരു ഇതാണ്. പക്ഷേ ഒരു കാര്യം മിസ്സിംഗ്, പ്രോബ്ലി ഡോൾബി വിഷൻ സപ്പോർട്ട് ഇതിനകത്ത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു വലിയൊരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ ഇവിടെ കിട്ടുന്നത് FunTouchOS 14 ആണ്, Android 14 അവിടുത്തെ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാലോ FunTouchOS നമ്മൾ iQOO 12 കണ്ടതാണ്. FunTouchOS കുറേ കൂടി റിഫൈൻഡ് ആണ് മുമ്പത്തെ വേർഷനേക്കാളും. എന്നാലും ഐക്കൺസ് കുറച്ചും കൂടെയൊക്കെ റിഫൈൻമെൻറ്റ് ആവശ്യമുണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതേ എക്സ്പീരിയൻസ് ഒക്കെ ഇനിയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്ന iQOO Neo 9 Proയിലും. അപ്പോൾ സോഫ്റ്റ്വെയർ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് ജസ്റ്റ് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ അബൌട്ട് ഫോൺ ഇതുണ്ടല്ല, FunTouchOS 14 Android 14 അവിടുത്തെ ബോക്സാണ് വരുന്നത്. അപ്പോൾ അതുണ്ടല്ലേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, Snapdragon 8+ Gen 2 ആണ് വരുന്നത്. പിന്നെ അപ്ഡേറ്റ് സൈക്കിളിനെ കുറിച്ച് എനിക്ക് വിശദമായ ഐഡിയ ഇല്ല. പ്രോബ്ലി കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. പ്രോബ്ലി അനൗൺസ്മെൻറ്റ്, ഫോണിൻ്റെ ലോഞ്ച് അനൗൺസ്മെൻറ്റിലായിരിക്കും പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റെഗുലറായി കിട്ടുന്ന എല്ലാ UI എക്സ്പീരിയൻസും ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനാമിക് എഫക്ട്സ്, ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ലോക്ക് സ്ക്രീനിൽ വാൾപേപ്പർ കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ അഡീഷണൽ ടൂൾസ് ഉണ്ട്, അൾട്രാ ഗെയിം മോഡ് ഉണ്ട്. ഗെയിമിംഗ് ചെയ്യേണ്ടവർക്കൊക്കെ നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണല്ലോ പൊതുവെ iQOO തരാറ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ എനിക്ക് കാര്യമായ കംപ്ലയിൻസ് ഒന്നും പറയില്ല. നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ലതാണ്. എങ്കിലും ഇതൊക്കെ പറയുകയാണെങ്കിലും ഓക്സിജൻ അത്രയ്ക്ക് ഒരു പോളിഷ്ഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോലും എന്താ പറയുക, നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് FunTouchOS 14 തരുന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് പെർഫോമൻസ്, അതാണ് ഇതിൻ്റെ മെയിൻ ആസ്പെക്ട്. Snapdragon 8+ Gen 2 LPDDR5X RAM UFS 4.0. അപ്പോൾ നമുക്ക് അറിയാം അടുത്തൊരു ഫോണിന് UFS സ്റ്റോറേജിനെ കുറിച്ച് വലിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇതിനകത്ത് UFS 4.0 ആണ് വരുന്നത്, LPDDR5X RAM ആണ്. അപ്പോൾ പെർഫോമൻസ് അടിപൊളി. ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഏതാണ്ട് 17 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. അപ്പോൾ അത് തന്നെയാണ് സോളിഡ് പെർഫോമൻസ്. ഗെയിമേഴ്സിനൊക്കെ ഒരു അടിപൊളി ഡിവൈസാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അത്രയും നല്ല ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് iQOO Neo 9 Proൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് അല്ല. പിന്നെ ഡ്യുവൽ സിം കാർഡും 5G സപ്പോർട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ iQOO ഡിവൈസ് പോലെ തന്നെ നല്ലൊരു ഫാസ്റ്റ് ഫിംഗർ പ്രിന്റ് സ്കാനർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്, അതിലൊരു പരാതിയും പറയാനില്ല. ക്യാമറയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇത്തവണ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, അത് സോണീൻ്റെ IMX 920 സെൻസറാണ്, നല്ലൊരു സെൻസറാണ് വരുന്നത്. പിന്നെ ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും നമുക്ക് പിന്നെ വരുന്നത് ഒരു 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം പറയുന്നത്. ഇവിടെ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഇത്തവണ 2 മെഗാപിക്സൽ മാക്രോ സെൻസർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു വെൽക്കം ചേഞ്ചാന്ന് പറയാം. മാക്രോ ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, കാരണം അതുകൊണ്ട് ഒരു യൂസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ 2 മെഗാപിക്സൽ മാക്രോ കൊടുക്കുന്നതുകൊണ്ട്. പ്രോബ്ലി 8 മെഗാപിക്സലിന് ഒക്കെ ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോലും കുഴപ്പമില്ല. അപ്പോൾ കാരണം നമുക്ക് ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. പിന്നെ സെൽഫി ക്യാമറയാണ് 16 മെഗാപിക്സലാണ് വരുന്നത്. പിന്നെ ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ആസ്പെക്ട്സും ഉണ്ട്. ഇപ്പോൾ പോർട്രേറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ്, നൈറ്റ് മോഡ്, പിന്നെ AI ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ 4K 60 FPS ഉണ്ട്. അതിനൊപ്പം തന്നെ 8K റെക്കോർഡിങ്ങും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 8K 30 FPS ഉണ്ട്. സ്റ്റെബിലൈസേഷൻ ഉണ്ട്, OIS ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അൾട്രാ
വൈഡ് ആംഗിൾ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമ്നി വിഷൻ സെൻസറാണ്. പ്രൈമറി ക്യാമറയിൽ f1.88 അപ്പേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ക്യാമറയെ കുറിച്ച് പറയുന്നത്. റിയർ ക്യാമറയിൽ 8K വരെ സപ്പോർട്ടഡ് ആണ്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കാം. ഫ്രണ്ട് ക്യാമറയിൽ 1080p മാത്രമേ ഉള്ളൂ. അതാണ് പ്രോബ്ലി ഒരു പോരായ്മ എന്ന് പറയാവുന്നത്. ഫ്രണ്ട് ക്യാമറയിലും കൂടെ 4K അറ്റ്ലീസ്റ്റ് 60 FPS ഇല്ലെങ്കിൽ 30 FPS കൊടുക്കാമായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടില്ല. ഇനി ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം iQOO Neo 9 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാമറ ക്വാളിറ്റി, നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയി ഞാൻ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. അപ്പോൾ ഈ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഈ ബാറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന 5160 mAh ബാറ്ററിയാണ്. അപ്പോൾ വീണ്ടും ചെറിയൊരു കപ്പാസിറ്റി ഇൻക്രീസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 120 watt ചാർജർ നമ്മൾ നേരത്തെ കാണിച്ച ഒരു അൺബോക്സിങ്ങിൽ അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറൗണ്ട് 30 മിനിറ്റ്സിന് താഴെ എടുക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം iQOOൻ്റെ ഡിവൈസൊക്കെ മിന്നൽ വേഗത്തിലാണ് ചാർജ് ചെയ്യുന്നത്. iQOO 12 ആണെങ്കിലും എല്ലാ iQOO 120 watt ചാർജിങ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാർജിങ് സ്പീഡ് ഇതിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടിപൊളി എക്സ്പീരിയൻസ് ബാറ്ററിനകത്ത് കിട്ടുന്നുള്ള ഒരു സംശയമില്ല. പിന്നെ നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ 8 Gen 2 വളരെ എഫിഷ്യൻ്റ് ആയ ഒരു ചിപ്പാണ്. കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പിലെല്ലാം കണ്ടതാണല്ലോ, ആ നല്ല ബാറ്ററി ലൈഫാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ബാറ്ററി ലൈഫ് ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു iQOO Neo 9 Proൻ്റെ അൺബോക്സിങ്ങും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും. എനിക്ക് ഓവറോൾ വളരെ ഇഷ്ടപ്പെട്ടു ഡിവൈസ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. പ്രത്യേകിച്ച് കുറച്ചൊരു വ്യത്യസ്തമായ ഡിസൈൻ ലാംഗ്വേജ് കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല, എന്നാലും ആ വൈറ്റ് ആൻഡ് റെഡ് കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലൊരു കോമ്പാക്ട് ഡിവൈസാണ്, നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഓക്കെ, കുഴപ്പമില്ല. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ട്. പെർഫോമൻസ് സൂപ്പർബ് എന്ന് പറയാം. ക്യാമറയും നല്ലതാണ്, ബാറ്ററി ലൈഫും നല്ലതാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. എന്നാലും ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് കൺഫേം ആയിട്ട് പറയാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. എന്നാലും ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസിങ് എത്രയാണെന്ന് അറിയില്ല. പ്രോബബ്ലി ഒരു 35 to 40 ഉള്ളിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ കാർഡ് ഓഫേഴ്സിൻ്റെ ഉള്ളിൽ അതിലും താഴെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കോമ്പറ്റീഷൻ നമുക്കറിയാമല്ലോ, 1+ 12 ആണ്. അപ്പോൾ അതിനേക്കാളും പ്രൈസ് കുറഞ്ഞിട്ട് ഒബ്വിയസ്ലി iQOO വരുള്ളൂ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ക്യാമറ റിവ്യൂ, ചാർജിങ് ടെസ്റ്റ് എല്ലാം തന്നെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.